ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഇന്ന് വീണ്ടും ഒരു ആവേശകരമായ മത്സരമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു ത്രില്ലർ മാച്ച്. ഇതിനു മുമ്പ് ഇന്ത്യയുമായി ശ്രീലങ്ക ഏറ്റുമുട്ടിയപ്പോൾ അവസാന 12 പന്തുകളിൽ 10 റൺസ് വേണ്ടെടുത്ത് ബൗൾ ചെയ്യാനെത്തിയ അർഷദ് ഖാൻ അന്ന് ശ്രീലങ്കയെ 49-ാം ഓവറിൽ ഓൾ ഔട്ടാക്കിക്കൊണ്ട് 8 റൺസിൻ്റെ വിജയം നേടിയിരുന്നു. ഇന്ന് അതിനേക്കാൾ ആവേശകരമായൊരു മത്സരമായിരുന്നു. അവസാന ഓവർ അർഷദ് ഖാൻ ബൗൾ ചെയ്യാനെത്തുമ്പോൾ ശ്രീലങ്കയ്ക്ക് വേണ്ടത് വെറും 5 റൺസ് മാത്രമായിരുന്നു. സധീര 93 റൺസ് എടുത്ത് ക്രീസിൽ ഉണ്ടുതാനും. ശ്രീലങ്ക അനായാസം വിജയം ഉറപ്പിച്ച മത്സരമായിരുന്നു അത്. എന്നാൽ അവസാന ഓവറിന്റെ ആദ്യ ബോളിൽ സമീരയ്ക്ക് റൺസ് കണ്ടെത്താൻ സാധിക്കാതെ പോകുന്നു. അർഷദ് ഖാന്റെ കൃത്യതയാർന്ന ഒരു ബൗളിംഗ്. അർഷദ് ഖാൻ തന്റെ രണ്ടാം ബോൾ ഒരു യോർക്കർ ബോളാണ് അവിടെ പരീക്ഷിക്കുന്നത്. സ്ട്രൈറ്റിലേക്ക് കളിക്കാൻ ശ്രമിക്കുന്ന സമീരയ്ക്ക് അത് ടൈമിംഗ് തെറ്റിപ്പോകുന്നു. ക്ലീൻ ബൗൾഡ് ആകുന്നു. വിജയം ഉറപ്പിച്ച ശ്രീലങ്കയുടെ 93 റൺസ് നേടിയെടുത്തു നിൽക്കുന്ന ബാറ്ററെ പുറത്താക്കിക്കൊണ്ട് ഇന്ത്യക്ക് വിജയപ്രതീക്ഷ നൽകുന്ന ഒരു വിക്കറ്റ് വേട്ടയായിരുന്നു, ഒരു വിക്കറ്റ് നേട്ടമായിരുന്നു അവിടെ അർഷദ് ഖാൻ നടത്തിയത്. പിന്നെ ശേഷിക്കുന്നത് 4 പന്തുകൾ, വേണ്ടത് 5 റൺസ്. പുതിയ ബാറ്റർ എത്തുന്നു, സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് മാറുന്നു. പിന്നീട് 3-ൽ 4. അടുത്ത ബോളിലും ഒരു സിംഗിൾ മാത്രമാണ് നേടാൻ സാധിക്കുന്നത്. 2-ൽ 3. വീണ്ടും ഒരു സിംഗിളാണ് നേടാൻ സാധിക്കുന്നത്. അവസാന ബോളിൽ പിന്നീട് വേണ്ടത് ശ്രീലങ്കയ്ക്ക് വിജയിക്കാൻ 2 റൺസും സമനില പിടിക്കാൻ 1 റൺസുമായിരുന്നു. എന്നാൽ അർഷദ് ഖാന്റെ കൃത്യമായ ബൗളിങ്ങിൽ അവസാന ബോളിൽ സിംഗിൾ മാത്രമാണ് അനുവദിക്കുന്നത്. സെക്കൻഡ് റണ്ണിനുള്ള ശ്രമത്തിൽ ശ്രീലങ്കയുടെ വിക്കറ്റ് നഷ്ടമാകുന്നു. മത്സരം സൂപ്പർ ഓവറിലേക്ക് മാറുന്നു. ഒരു ത്രില്ലർ മാച്ച്, ക്ലാസ് ആൻഡ് മാസ് ആൻഡ് ത്രില്ലർ, സൂപ്പർ മാച്ച്. ഒന്നും പറയാനില്ലാത്ത അത്രക്കും ആവേശം നൽകിയ ഒരു മത്സരമായിരുന്നു അത്. ടീമുകളുടെ മത്സരമാണ്, കാണികൾ കുറവാണ്, എങ്കിൽ പോലും ആവേശത്തിനൊട്ടും കുറവുണ്ടായിരുന്നില്ല. ടോസ് ലഭിച്ച ശ്രീലങ്ക ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുന്നു. ഇന്ത്യക്ക് തുടക്കം അത്ര ശുഭകരമായിരുന്നില്ല. ടീം സ്കോർ 29-ൽ നിൽക്കുമ്പോൾ 13 പന്തിൽ 21 റൺസ് എടുത്ത സൂര്യവംശിയെ നഷ്ടമാകുന്ന ഒരു 6 3 4കളുമായിരുന്നു ഇന്ന് സൂര്യവംശി നേടിയത്. പിന്നീട് സിമ്രാൻ സിംഗും പെട്ടെന്ന് പുറത്താകുന്നു. 11 റൺസ് ആയിരുന്നു സിമ്രാന് സ്കോർ ചെയ്യാൻ സാധിച്ചത്. പിന്നീട് ഗെയ്ക്വാദും തിലക് വർമ്മയും ഒരു രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമം തന്നെയാണ് നടത്തിയത്. എന്നാൽ 37 റൺസ് എടുത്ത ഗെയ്ക്വാദും 23 റൺസ് എടുത്ത തിലക് വർമ്മയും പുറത്തായപ്പോൾ മധ്യനിരയിൽ വിക്കറ്റുകൾ പെട്ടെന്ന് നഷ്ടമാകുന്ന കാഴ്ചയാണ് കണ്ടത്. അവിടെയാണ് സൂര്യാൻഷ് ഷഡ്ജയും വിബ്രാജ് നിഖവും, 2 പുതുമുഖ താരങ്ങൾ ഇന്ത്യൻ ബാറ്റിങ്ങിന്റെ രക്ഷകരായി മാറുന്ന കാഴ്ച കാണാൻ സാധിച്ചത്. ഒരുപക്ഷെ 150 റൺസിനുള്ളിൽ പുറത്താകുമെന്ന് കരുതിയ ഇന്ത്യയെ മികവുറ്റൊരു പോരാട്ടം നടത്തിക്കൊണ്ടാണ് ഇരുവരും ശ്രീലങ്കൻ ബൗളിംഗ് ആധിപത്യത്തെ തല്ലിത്തകർത്തത്. 2 6ഉം 3 4ഉം അടക്കം 66 പന്തുകളിൽ 72 റൺസ് ആയിരുന്നു ഷഡ്ജ് നേടിയെടുത്തത്. 49 പന്തുകൾ നേരിട്ട വിബ്രാജ് നിഗം 6 ഫോറുകളുടെ അകമ്പടിയോടെ 51 റൺസും എടുത്ത് ഇന്ത്യയെ 265 എന്ന ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിച്ചു. ശ്രീലങ്കയ്ക്ക് വേണ്ടി 93 റൺസ് എടുത്ത സധീര സമര വിക്രമ തന്നെയാണ് കളിയിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ശ്രീലങ്കയ്ക്ക് വേണ്ടി ഓപ്പണർമാർ നിരോഷൻ ടെക്വല്ല 37 റൺസും അവിഷ്ക ഫെർണാണ്ടോ 22 റൺസും നേടി. പിന്നീടാണ് സധീര സമര വിക്രമയുടെ നങ്കൂരമിട്ട ഒരു രക്ഷകന്റെ റോളിലുള്ള ഇന്നിങ്സുമായി ശ്രീലങ്കയെ വിജയത്തോട് അടുപ്പിച്ചത്. 93 റൺസ് നേടിയ ആ ഇന്നിങ്സിൽ 7 ബൗണ്ടറികൾ മാത്രമാണ് അടങ്ങിയിരുന്നത്. ബാക്കിയെല്ലാം ഓടിയെടുത്ത റണ്ണുകളായിരുന്നു. പക്ഷേ വിജയത്തിലേക്ക് നയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സമനില പിടിക്കാൻ ആ ഇന്നിങ്സ് ഏറെ ഉപകാരപ്പെട്ടു. അതുകൊണ്ട് തന്നെ കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സധീര തന്നെയായിരുന്നു. സൂപ്പർ ഓവറിലേക്ക് വരുമ്പോൾ പക്ഷേ ക്യാപ്റ്റൻ തിലക് വർമ്മക്ക് പല തീരുമാനങ്ങളും പിഴക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കാരണം അവസാന ഓവറടക്കം 8 ഓവർ എറിഞ്ഞു നിൽക്കുന്ന ക്ഷീണിതനായി നിൽക്കുന്ന അർഷദ് ഖാനെ തന്നെ പന്തേൽപ്പിക്കാൻ നിർബന്ധിതനാകുന്നു തിലക് വർമ്മ. സ്പിൻ ബൗളറെ പന്തേൽപ്പിക്കാൻ ക്യാപ്റ്റൻ തിലക് വർമ്മ ധൈര്യപ്പെടുന്നില്ല. എന്നാൽ പേസ് ബൗളറെ നോക്കുമ്പോൾ അർഷദ് ഖാൻ മാത്രമാണ് കൃത്യമായി ഇന്ന് പന്തെറിഞ്ഞിട്ടുള്ളത്. യാഷ് താക്കൂർ 3 ഓവർ മാത്രമാണ് ബൗൾ ചെയ്തിരുന്നത്. 29 റൺസും വഴങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തിലക് വർമ്മക്ക് അർഷദ് ഖാനെ തന്നെ പന്തേൽപ്പിക്കേണ്ടി വന്നത്. ആദ്യ 3 പന്തുകളിൽ വെറും 3 റൺസ് മാത്രം വഴങ്ങിയ അർഷദ് ഖാന് പിന്നീട് എക്സ്ട്രാ വഴങ്ങേണ്ടി വരുന്നു, 6 വഴങ്ങേണ്ടി വരുന്നു. അങ്ങനെ ശ്രീലങ്ക ഇന്ത്യക്ക് മുന്നിൽ വെച്ച വിജയലക്ഷ്യം 18 ആയിരുന്നു. ഇന്ത്യക്ക് വേണ്ടി സൂപ്പർ ഓവർ ഓപ്പൺ ചെയ്യാനെത്തിയ ബാറ്റിങ്ങിലും ക്യാപ്റ്റൻ തിലക് വർമ്മയ്ക്ക് ഒരു പിഴവ് സംഭവിക്കുന്ന കാഴ്ച കണ്ടു. സൂര്യാൻഷ് ഷഡ്ജ് മികച്ച ഫോമിൽ ബാറ്റ് ചെയ്തുകൊണ്ട് തന്നെ അയാളെ സൂപ്പർ ഓവറിന് തെരഞ്ഞെടുക്കുന്നു. കുറ്റം പറയാനില്ല. പക്ഷേ സൂര്യവംശിയും
ഷഡ്ജയും ഓപ്പണിംഗ് എത്തുമ്പോൾ അവിടെ സ്ട്രൈക്ക് ചെയ്യേണ്ടിയിരുന്നത് സൂര്യവംശി തന്നെയായിരുന്നു. അതിൽ യാതൊരു തർക്കവുമില്ല. അവിടെയാണ് തീരുമാനം പിഴക്കുന്നത്. ഷഡ്ജയെ സ്ട്രൈക്ക് ചെയ്യാൻ ഏൽപ്പിക്കുന്നു. ആദ്യ ബോളിൽ 2 റൺസ് മാത്രമാണ് നേടാനാകുന്നത്. രണ്ടാം ബോൾ സ്കോർ നേടാൻ കഴിയാതെ പോകുന്നു. മൂന്നാം ബോളിലാണ് ഒരു സിംഗിൾ നേടിക്കൊണ്ട് സ്ട്രൈക്ക് സൂര്യവംശിയിലേക്ക് കൈമാറുന്നത്. സൂര്യവംശിക്ക് ലഭിക്കുന്ന ആദ്യ ബോൾ തന്നെ ബൗണ്ടറി പറത്തുന്നു. അഞ്ചാം ബോളിൽ 2 റൺസ് നേടുന്നു. അവസാന ബോളിൽ സ്കോർ ചെയ്യാൻ സാധിക്കാതെ പോകുന്നു. ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞത് വെറും 9 റൺസ് മാത്രമായിരുന്നു. ഒരു പക്ഷേ ആ സൂപ്പർ ഓവറിൻ്റെ സ്ട്രൈക്ക് സൂര്യവംശി ഏൽപ്പിച്ചിരുന്നെങ്കിൽ നമ്മൾ പലതവണ കണ്ടതാണ് IPL പോലത്തെ മത്സരങ്ങളിൽ സൂര്യവംശിയുടെ ആക്രമണ ബാറ്റിംഗ്. അത് അവിടെ സ്ട്രൈക്കിൽ സൂര്യവംശിയെ കൊണ്ടുവന്നിരുന്നെങ്കിൽ മത്സരഫലം മറ്റൊന്നാകുമായിരുന്നു എന്ന് കമന്റേറ്റർമാർ തന്നെ പറയുമ്പോൾ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. സൂര്യവംശിയുടെ സമീപകാല പ്രകടനങ്ങൾ അത്തരത്തിൽ ഉള്ളതു തന്നെയാണ്. അവിടെ ക്യാപ്റ്റൻ തിലക് വർമ്മക്ക് തെറ്റിപ്പോയി എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിർണായക മത്സരത്തിൽ ഇന്ത്യക്ക് 8 റൺസിന്റെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നു. ട്രീ നേഷൻ സീരീസിൽ ഇനി ഇന്ത്യക്ക് ശേഷിക്കുന്നത് ഒരു മത്സരം മാത്രമാണ്. ഇന്ത്യ 3 മത്സരം കളിച്ചപ്പോൾ 1 മത്സരം മാത്രം വിജയിച്ച് 2 പോയിന്റ് മാത്രമാണ്. 2ാം സ്ഥാനത്തുണ്ടെങ്കിൽ പോലും 3ാം സ്ഥാനത്തുള്ള അഫ്ഗാനിസ്ഥാൻ 2 പോയിന്റ് ഉണ്ട്. അവർക്ക് 2 മത്സരം കൂടി ശേഷിക്കുന്നു. 1 മത്സരം ഇന്ത്യക്കെതിരെയാണ്, 1 മത്സരം ശ്രീലങ്കയ്ക്കെതിരെയാണ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാനെതിരെ വിജയിക്കുകയും ശ്രീലങ്ക അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തുകയും ചെയ്താൽ ഇന്ത്യ ശ്രീലങ്ക ഫൈനൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ല, ഇന്ത്യ അടുത്ത മത്സരത്തിൽ പരാജയപ്പെട്ടാൽ തീർച്ചയായും ഇന്ത്യ ഫൈനൽ കളിക്കാതെ പുറത്താകും. ശ്രീലങ്ക അഫ്ഗാൻ ഫൈനലിൽ വരും എന്നതിൽ യാതൊരു തർക്കവും ഉണ്ടാകില്ല. എന്തായാലും അടുത്ത മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനൽ ഉറപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.